ദൈവനാമത്തിന് മഹത്വം. ഇന്നും നമുക്ക് ഇങ്ങനെ ഒരവസരം വലിയവനായ ദൈവം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കറിയാം, ഈ ഒരു സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു മീറ്റിംഗ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ കൂടി ഒന്നുകൂടി അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ സാക്ഷ്യമായി വരുന്ന സഹോദരിമാരെ, അവരെ കുടുംബമായിട്ട് അവരുടെ വേലയോടുള്ള ബന്ധത്തിലും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതിനാണ്. കൂടാതെ വേലയിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്കയോടുകൂടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് അതൊരു പ്രോത്സാഹനമായി മാറേണ്ടതിനാണ്. കൂടാതെ മൂന്നാമതായിട്ട് ഉള്ളത്, കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ തന്നെ പലവിധമായ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ വളരെ ക്ഷീണിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ഉത്തേജനമായി മാറേണ്ടതിനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്നവരിൽ ആർക്കെങ്കിലും അവർ കർത്താവിന്റെ മഹത്വമേറിയ വേലയിലല്ല എങ്കിൽ കൂടി അവർക്ക് ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ, നന്മകളെ കുറിച്ചിട്ട് സാക്ഷ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുള്ള ഈ ശുശ്രൂഷയോട് തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത് വീണ്ടും നമുക്കറിയാം, വീണ്ടും ഒരു സാക്ഷ്യം കേൾക്കേണ്ടതിനാണ്. ഈ ശുശ്രൂഷയുടെ ആദിയോടന്തം എല്ലാ നിലയിലും ദൈവസാന്നിധ്യം ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. അപ്പോൾ തന്നെ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതിനായിട്ട് സഹോദരി ജോസി അബിനു പൂഞ്ഞാർ സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമോ? നമുക്ക് പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. സകല സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ കൃപാസനയിലായിരിക്കുന്നുവല്ലോ. രാജാതി രാജാവും കർത്താതി കർത്താവുമായുള്ളവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മഹത്വത്തിന്റെ രാജാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല സൃഷ്ടിയുടെയും ഉടയവനെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അനാദിയും ശാശ്വതവാസിയുമായുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പകലിന്റെ ഈ നേരം വരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവിന്റെ മക്കളാക്കി തീർത്ത വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അനുദിനം ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ വിധത്തിൽ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കർത്താവെ, ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ അനുവദിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ സാക്ഷി മീറ്റിങ്ങിനായിട്ട് കൂടി വന്നിരിക്കുന്നുവല്ലോ. അനേക സാക്ഷ്യങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനും തക്കവണ്ണം ഇടയായല്ലോ. കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മഹനീയ നിമിഷം കർത്താവ് അവിടുന്ന് അരുളി ചെയ്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ, ഇന്ന് നടക്കുന്ന ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിക്കണം. കടന്നു വരുന്ന എല്ലാവർക്കും ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ ബിൻസി ചാൾസ് സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേണ്ട എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ ലീഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ കൃപയും നൽകണമെന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് അവിടെ നൽകിയിരിക്കുന്നത് സിസ്റ്റർ മഞ്ജു എബിനെ ആണല്ലോ. കർത്താവെ, സിസ്റ്ററിനെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്യുന്ന ശുശ്രൂഷയും കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ട് തീരേണ്ടതിന് വേണ്ടിയിട്ട് ഇടയാകണമെന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് കർത്താവെ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ ആന്റീനെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സിസ്റ്റർ വൈശാലി തോമസ് ആന്റീനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണം. പറയുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവെ കൃത്യമായിട്ടും നിഷ്ഠയായിട്ടും പറയാനുള്ള എല്ലാ കൃപകളാലും അവിടെ നൽകി അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് കർത്താവെ ആത്മീയ വർധനയായി തീരുവാൻ തക്കൊണ്ട് ഇടയാകണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് താങ്ക്സ് ഗിവിങ്ങിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഉഷാമയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേണ്ട എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. ശരീരത്തിന് ക്ഷേമവും ആരോഗ്യം ബലവും ഒക്കെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഇന്ന് കടന്നു വന്നിരിക്കുന്ന പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ കൃപയാലും നിറയ്ക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദിയോടന്തം കർത്താവിന്റെ കരുണയും കൃപയും അനുഗ്രഹവും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനയും സ്തുതിയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആത്മീയ ശുശ്രൂഷയിൽ ആത്മീയ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നാം എല്ലാവരും. ഇന്നും നമുക്ക് 2 ഗാനങ്ങൾ ശ്രവിക്കാം. ഗായികയെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം ദൈവം തന്നിരിക്കുന്ന കഴിവിനെ ദൈവജനത്തിന്റെ ഇടയിൽ ആ കഴിവിനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ മജുവിനെ ഗാനം ആലപിക്കുന്നതിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവെ മാത്രം സ്നേഹിക്കും ഞാൻ, യേശുവെ നോക്കി ജീവിക്കും ഞാൻ. യേശുവെ മാത്രം സ്നേഹിക്കും ഞാൻ, യേശുവെ നോക്കി ജീവിക്കും ഞാൻ. യേശുവെ നാമം കീർത്തിക്കും ഞാൻ, യേശുവിനായി പാടിടും ഞാൻ. യേശുവിൻ നാമം കീർത്തിക്കും ഞാൻ, യേശുവിനായി പാടിടും ഞാൻ. യേശുവിൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിക്ഷേപവും. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിക്ഷേപവും. യേശു എന്നെ സ്നേഹിച്ചല്ലോ, ക്രൂശിൽ സ്വജീവൻ വെച്ചുവല്ലോ. യേശു എന്നെ സ്നേഹിച്ചല്ലോ, ക്രൂശിൽ സ്വജീവൻ വെച്ചുവല്ലോ. നാശമൻ പാത്രമാമെനിക്കു ശാശ്വത ഭാഗ്യം തന്നുവല്ലോ. നാശമൻ പാത്രമാമെനിക്കു ശാശ്വത ഭാഗ്യം തന്നുവല്ലോ. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിക്ഷേപവും. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിക്ഷേപവും. ലോക സൗഭാഗ്യം തേടി പോകുകയില്ല നിർണയമാ. ലോക സൗഭാഗ്യം നേടി പോകുകയില്ല നിർണയമാ. മാമക ജീവൻ പോലവും മാമഹൽ സ്നേഹം ഘോഷിക്കും ഞാൻ. മാമക ജീവൻ പോലവും മാമഹൽ സ്നേഹം ഘോഷിക്കും ഞാൻ. യേശു എൻ ജീവൻ എൻ രക്ഷയും, യേശു എൻ നിക്ഷേപവും. യേശു എൻ ജീവൻ
യേശു എൻ നിത്യ നിക്ഷേപവും യേശു എൻ ജീവൻ എൻ രക്ഷയും യേശു എൻ നിത്യ നിക്ഷേപവും. അനുഭവങ്ങളിൽ കൂടി എഴുതുന്ന ഗീതങ്ങൾക്ക് എപ്പോഴും ജീവൻ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ മെയ് ജൂൺ മാസത്തിൽ കൊറോണ എന്ന അസുഖത്തോട് മല്ല് പിടിച്ചപ്പോൾ ആ സമയത്ത് ഏകാന്തമായി കിടന്നപ്പോൾ ചില വരികൾ കർത്താവ് എനിക്ക് തന്നതാണ്. ഈ പാട്ടിൽ പറയുന്നത്, എൻ്റെ വിശ്വാസം യേശുക്രിസ്തുവിൽ മാത്രമാണ്, അവനിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞാലും ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ എൻ്റെ കർത്താവുണ്ട്. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എപ്പോഴാണോ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് എൻ്റെ കർത്താവ് കൂടെയുണ്ട് എന്ന് പറയുന്ന ഈ വരികൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. मेरा विश्वास यीशु पर है, एक वो ही भरोसेमंद है. मैं कमजोर पड़ जाऊं तो उसकी ताकत मेरे संग है. मेरा विश्वास यीशु पर है, एक वो ही भरोसेमंद है. मैं कमजोर पड़ जाऊं तो उसकी ताकत मेरे संग है. हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा. हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा. अकेली रोती हूँ उससे मैं बोलती हूँ, मेरी बातों को सुनता है वो. आंसू मेरे वो पहुँचता है हरदम, सदैव संग मेरे रहता है वो. अकेली रोती हूँ उससे मैं बोलती हूँ, मेरी बातों को सुनता है वो. आंसू मेरे वो पहुँचता है हरदम, सदैव संग मेरे रहता है वो. हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा. हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा. मेरी कमियों में भी मुझसे प्रेम करता वो, लज्जित मुझे ना होने देता. साथ कोई ना दे अपने भी छोड़ दे, यीशु मेरा है विश्वास सदा. मेरी कमियों में भी मुझसे प्रेम करता वो,
लज्जित मुझे ना होने देता। साथ कोई ना दे अपने भी छोड़ दे, यीशु मेरा है विश्वास सदा। हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा। हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा। मेरा विश्वास यीशु पर है, एक वो ही भरोसेमंद है। मैं कमजोर पड़ जाऊं तो उसकी ताकत मेरे संग है। मेरा विश्वास यीशु पर है, एक वो ही भरोसेमंद है। मैं कमजोर पड़ जाऊं तो उसकी ताकत मेरे संग है। हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा। हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा। हालेलुया हालेलुया, यीशु राजा की स्तुति हो सदा। यीशु राजा की स्तुति हो सदा। यीशु राजा की स्तुति हो सदा। സുഖദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു. അത് കേൾക്കുവാൻ ദൈവം വീണ്ടും നമുക്ക് അവസരം തരുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവിത സാഗരത്തിൽ ചെറുതും വലുതുമായ തോണി തുഴഞ്ഞ് നീങ്ങുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ഒരു തോണി, ആ തോണിക്ക് മീതെ കാർമേഘം കറുത്തിരുണ്ടപ്പോൾ, കാറ്റും കോളും തിരമാലയും പാഞ്ഞെടുത്തപ്പോൾ, ഇരുട്ടിൽ നിന്നും പൊൻപുലരിയിലേക്ക് നടത്തിയ ആ അദൃശ്യകരത്തിന്റെ കരം മാത്രം പിടിച്ചുകൊണ്ട് ആ തോണിയിൽ മുന്നോട്ട് നീങ്ങിയ ഒരു യാത്രിക, ആ ദൈവം തന്നതിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആ യാത്രികയുടെ തോണിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആരുണ്ട് ഇപ്പോൾ? എങ്ങനെ ഈ തോണി മുന്നോട്ട് പോകുന്നു? ഇതെല്ലാം നമുക്ക് തുടർന്നുള്ള സാക്ഷ്യത്തിൽ കേൾക്കാവുന്നതാണ്. പ്രിയ വൈശാലി തോമസ് ആന്റിയിൽ നിന്നും. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, 5 ഭാഷ എഴുതാനും വായിക്കാനും അറിയാം. അതോടൊപ്പം തന്നെ ഏകദേശം 5 ഭാഷയോളം കേട്ടാൽ മനസ്സിലാകുകയും തിരികെ മറുപടി പറയുവാനും സാധിക്കുന്നു. ഈ കഴിവുകളൊക്കെ, ദൈവം കൊടുത്ത കഴിവുകളെ സഹോദരിമാർക്കിടയിൽ വിവിധ നിലകളിൽ പ്രിയ ദീദി ഉപയോഗിച്ച് മുന്നോട്ട് പോരുന്നു. ദൈവം അതിനായി എടുത്തുപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് നമുക്ക് ദീദിയുടെ വായിൽ നിന്ന് തന്നെ, വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. തുടർന്നുള്ള 1 മണിക്കൂർ സമയമാണ് ദീദിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനായി സാക്ഷ്യം പറയുന്നതിനായി പ്രിയ വൈശാലി തോമസ് സഹോദരിയെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. Very much Binsi for the warm welcome. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം എനിക്ക് എങ്ങനെ ഒരു അവസരം തന്നു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ മഞ്ജു പാടിയ പാട്ടും ബിൻസി പറഞ്ഞതും അതാണ് എൻ്റെ ജീവിതാനുഭവം. മഞ്ജു പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർത്തു,
ഈ പാട്ട് എന്റെ വേണ്ടിയാണ് എഴുതപ്പെട്ടത്. എന്റെ ജീവിത അനുഭവങ്ങളാണ് ആ പാട്ടിന്റെ വരികൾ. പ്രിയ മജു ഇരിക്കുമ്പോൾ എനിക്ക് പാട്ട് പാടുവാൻ ധൈര്യമില്ല. എന്നാലും എന്നെ സന്തോഷിപ്പിച്ച ഒരു വരി, ഞാൻ പാട്ടുകാരിയൊന്നും അല്ല, നിങ്ങൾക്കത് ഒരു ഇടർച്ച തോന്നിയാലും എന്റെ സന്തോഷത്തിന് വേണ്ടി സഹിക്കുക. ദൈവം ചെയ്ത നന്മകളോർക്കുമ്പോൾ എന്തു പകരം ഞാനവേനു നൽകും. രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് തന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അല്ലാതെ എനിക്കൊന്നും സാധിക്കയില്ല. എന്നോട് ഇങ്ങനെ സാക്ഷ്യം പറയാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, വിളിക്കാൻ താമസിച്ചു പോയതിന് ക്ഷമിക്കണമെന്ന്. അല്ല, വിളിക്കുവാൻ താമസിച്ചു പോയതല്ല, കർത്താവിന്റെ സമയം ഇപ്പോഴായിരുന്നു. ഇപ്പോഴാണ് കർത്താവ് ആഗ്രഹിച്ച ഇല്ലെങ്കിൽ കർത്താവ് ഉദ്ദേശിച്ച സമയത്ത് എന്റെ വീണ്ടെടുപ്പുകാരനെ ഘോഷിക്കുവാനുള്ള സമയം. എന്റെ സാക്ഷ്യം ഞാൻ 3 പാർട്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം എന്റെ ജനനം മുതൽ ഞാൻ രക്ഷിക്കപ്പെട്ട കാലം വരെ, അതിനുശേഷം കുടുംബജീവിതവും കേരളത്തിൽ ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു അതും, അതിനുശേഷം കേരളത്തിലുള്ള എൻ്റെ ജീവിതം ഏത് രീതിയിലായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, അങ്ങനെ 3 പാർട്സ് ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് മുംബൈയിലാണ്. ഒരു ഗുജറാത്തി ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. വളരെ ഭയഭക്തിയോട് കൂടി തന്നെയാണ് എൻ്റെ ലാളൻ എന്നെ പോറ്റി വളർത്തിയത്. എൻ്റെ ബ്രദറും ഞാനും തമ്മിൽ 14 വയസ്സിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കയ്യിന്റെ വെള്ളയിലാണ് എന്നെ വളർത്തിയത്. നിലത്ത് വെച്ചാലേ ഉറുമ്പ് കടിക്കും, തലയിൽ വെച്ചാലേ പേന് കടിക്കും. അതുകൊണ്ട് കയ്യിന്റെ വെള്ളയിലാണ് എന്നെ വളർത്തിയത്. ഞങ്ങളുടെ അടുത്ത വീട്ടില് മുസ്ലിം ഒരു ഫാമിലി ഉണ്ട്. അവരുടെ വീട്ടിലും കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഈ 2 വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ 2 വീട്ടുകാരുടെ സ്നേഹം ലഭിച്ചാണ്, സ്നേഹത്തിൽ പൊതിഞ്ഞാണ് ഞാൻ വളർന്നത്. എല്ലാവരുടെ സ്നേഹം ലഭിച്ച എനിക്ക് എൻ്റെ മാതാവിൽ നിന്ന് സ്നേഹം ലഭിച്ചില്ല. കാരണം എനിക്ക് ഇന്നും അറിയില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാനത് അറിയുവാൻ ശ്രമിച്ചിട്ടുമില്ല. എൻ്റെ മാതാവ് 6 മാസം മുമ്പ് ഈ ലോകം വിട്ടുപോയി. പക്ഷെ മാതാവിൽ നിന്ന് ഒരു 5% പോലും സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് കേട്ടറിവുണ്ട്, കുട്ടിക്കാലം എന്ന് പറഞ്ഞ തീരെ ബേബി ആയിരിക്കുമ്പോ, കൈക്കുഞ്ഞായിരിക്കും, പപ്പായും മമ്മിയും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച എന്തെങ്കിലും ഉണ്ടായാൽ മമ്മി ജയിക്കുവാൻ വേണ്ടി നേരെ എന്റെ കൊങ്കായിക്കായിരുന്നു പിടിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞു. അവിടെയെല്ലാം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ ദൈവത്തെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇറമ്യ 1:5 പറയുന്നത് പോലെ
നിന്റെ അമ്മയുടെ ഗർഭത്തിൽ തന്നെ ഞാൻ നിന്നെ കണ്ടു. അന്നു മുതൽ എൻ്റെ മേൽ കർത്താവിന്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. ഞാന് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളില് ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമാണ് എന്നെ അന്ന് ഇങ്ങനെ നടത്തിയത്. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ വഴി തെരഞ്ഞെടുത്തത്? അത് ഞാനല്ല, എൻ്റെ ദൈവം മുന്നമേ നിശ്ചയിച്ചിരുന്ന കാര്യമാണ്. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കിന് എന്റെ ജീവിതത്തില് അപ്പോഴത്തേക്കിന് കുറച്ച് തിരിച്ചറിവായി. ഭയങ്കര ശൂന്യത. എന്താണ് ശൂന്യത എന്ന് എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാന് സത്യം തിരയുകയാണ്. ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ആരാണ് ദൈവം? ഞാൻ ആരോടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കുഞ്ഞിലെ വീട്ടില് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക, അതില് ജസ്റ്റ് 2 മിനിറ്റ് വിളക്കിന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് നിൽക്കുക, പിന്നെ തെറ്റ് ചെയ്യരുത്, കുറ്റം ചെയ്യരുത്, ആരെയും ദ്രോഹിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അധികമൊന്നും പഠിച്ചിട്ടില്ല. ആ ഉള്ള അറിവിൽ ഞാന് സത്യം കണ്ടെത്തുവാൻ ആരംഭിച്ചു. ആ സത്യത്തിന് വേണ്ടി ഞാന് ഒരു അമ്പലം പോലെ എവിടെ വഴിയിൽ ഒരു അമ്പലം കണ്ടാൽ ഞാൻ അവിടെ നിന്ന് ഒന്ന് കൈകൂപ്പിയിട്ട് മുന്നോട്ട് പോകും. മുസ്ലിങ്ങളുടെ ദർഗകളിൽ, കാരണം എന്നെ വളർത്തിയത് നെക്സ്റ്റ് ഡോർ നെയ്ബർ മുസ്ലിംസ് ആണല്ലോ, അവരുടെ കൂടെ ദർഗയിൽ പോകും, പിന്നെ ചർച്ചുകളിൽ പോകും. അങ്ങനെ സത്യം അന്വേഷിച്ച് എന്റെ യാത്ര തുടർന്നു. പപ്പായും മമ്മിയും 2 പേരും വർക്കിംഗ് ആയിരുന്നു, 2 പേരും ഗവൺമെന്റ് സർവൻസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഗവൺമെന്റ് സർവീസ് ഉണ്ടെങ്കിലും വലിയ ശമ്പളമില്ല. ഉള്ള ശമ്പളത്തില് ഞങ്ങള് തിരക്കേടില്ലാതെ വളർത്തി. കുഞ്ഞിലെ ഇത് ഞാൻ പറഞ്ഞതുപോലെ 6ാം ക്ലാസ് 5ാം ക്ലാസ് ആ സമയത്തൊക്കെ എന്റെ കയ്യില് യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട ഒരു രൂപം, അത് എന്റെ കയ്യിൽ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഇന്നും എനിക്കറിയില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ഒരു രൂപം, ഒരു 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 പ്ലാസ്റ്റിക് ഇമേജ്, ഒരു 4 to 5 inches. പപ്പായും മമ്മി ആരും അറിയാതെ എന്റെ ബുക്സിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ അത് പാത്ത് വെച്ച് ഇടയ്ക്ക് ആ സൗന്ദര്യം ഞാൻ ആസ്വദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ, അതായത് +2 ജൂനിയർ കോളേജിൽ പോയി. അപ്പൊ 11th വെച്ച് എനിക്ക് 2-3 ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവരെ കാത്തലിക്സ് ആയിരുന്നു. അപ്പൊ അവരിൽ നിന്ന് എനിക്ക് കൂടുതൽ അവരുടെ പ്രയറും അവരുടെ ചട്ടങ്ങളും പഠിക്കണം എന്നുള്ള താല്പര്യം. കാരണം ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു കാത്തലിക് സ്കൂൾ ഉണ്ടായിരുന്നു, കാത്തലിക് ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ എല്ലാ ഞായറാഴ്ച ഇവർ പള്ളിയിൽ പോകുന്നത് കണ്ട് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതവും പിന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. എന്തോ ഒരു അച്ചടക്കം. ഇവർ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുമല്ലോ, ശാന്തമായിട്ട് അവിടെ നിന്ന് അവരെ പ്രാർത്ഥിക്കുമല്ലോ, പിന്നെ അവരുടെ ശവടക്കമാണേലും വലിയ കരച്ചിലോ മുറവിളിയോ അങ്ങനെ ഒന്നുമില്ലാതെ എന്ത് അച്ചടക്കമാണ് അവർക്കുള്ളത്. പക്ഷെ അതിന്റെ കാരണമൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു അട്രാക്ഷൻ. 11th ആയപ്പോൾ ആ കാത്തലിക് ഫ്രണ്ടിൽ നിന്ന് ഞാൻ സ്വർഗസ്ഥനായ പിതാവേ ബൈ ഹാർട്ട് പഠിച്ചു. അത് പിന്നെ എന്നും ചൊല്ലും. എനിവേ, ചുരുക്കത്തിൽ പറഞ്ഞാൽ 1981 എന്റെ ഈ അന്വേഷണത്തിന് ഒരു വിരാമം വന്നു. ഞാന് സത്യദൈവത്തെ കണ്ടുമുട്ടി. ഞാന് എന്റെ രക്ഷിതാവിനെ
സത്യം എന്തുവാണെന്നും എന്റെ രക്ഷകൻ ആരാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ലോകത്തില് എനിക്ക് രക്ഷ തരുവാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു ദൈവത്തിന് മാത്രം എന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് മനസ്സിലാക്കി തന്നത് വേറെ ആരുമല്ല, എൻ്റെ ഫാദർ ഇൻ ലോ ആണ്. ഡാഡി എന്ന നിത്യതയിലാണ്. ഡാഡിയാണ് എന്നോട് സുവിശേഷം പങ്കുവെച്ചത്. അത് കഴിഞ്ഞിട്ട് ബോംബെയിലെ ലോവർ പരേൽ എന്ന സ്ഥലത്ത് ഒരു CNI ചർച്ച് ഉണ്ട്. അവിടുത്തെ പാതിരി, അവിടുത്തെ പ്രീസ്റ്റ് ഗുജറാത്തിയാണ്. അപ്പം ഡാഡി പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് അവർക്ക് എനിക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുമല്ലോ, അതിനു വേണ്ടി എന്നും അവരുടെ ചർച്ചിൽ പോകുകയും റെവറൻ ഫാദർ ജൂലിയസ് സാമുവലും തന്റെ ഭാര്യയും കൂടി എന്നെ ബൈബിൾ പഠിപ്പിച്ചു. ആ വർഷം തന്നെ കർത്താവിന്റെ കൽപ്പന ഇനി ഞാൻ അനുസരിക്കണം എന്ന ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ ജൂലൈ 27-ാം തീയതി 1981 എന്റെ കർത്താവിനെ ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചു. അന്ന് ഞാൻ കർത്താവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്നെ സ്നാനപ്പെടുത്തുന്നത് എന്റെ ദൈവമായിരിക്കണം. കാരണം എന്റെ ദൈവത്തിന്റെ കൽപ്പനയാണിത്. എന്റെ ദൈവം എന്നെ അംഗീകരിച്ചു, എന്നെ സ്വീകരിച്ചു, മകളാക്കി എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ആ ദിവസം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. പക്ഷേ സ്നാനത്തൊട്ടിയിൽ ഞാൻ കാലുവെച്ചപ്പോൾ മഴ കൊഴിഞ്ഞു തുടങ്ങി. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ അത് ഇടയായി തീർന്നു. അങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു. ഡാഡിയുടെ സെക്യുലർ ജോലിയിൽ ആ കൂട്ടത്തിൽ തന്നെ പിന്നീടാണ് ഡാഡി ഫുൾ ടൈം മിഷണറി ആയിട്ട് വേർതിരിഞ്ഞത്. അതിനു മുമ്പ് ഡാഡി റെയിൽവേസിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പൊ ഡാഡിക്ക് കിട്ടുന്ന മാക്സിമം ടൈം സുവിശേഷ വേലയുടെ വേണ്ടി വേർതിരിക്കുകയും പല സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ സ്ലംസുകളിലാണ് ഡാഡി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പൊ ഞാനും ഡാഡിയും സൺഡേ രാവിലെ ഒരു 2-3 സ്ലംസിൽ പോകും. 10 മണിക്ക് മുമ്പ് വീട്ടിൽ മടങ്ങി വരണം. കാരണം വീട്ടിൽ വെച്ചാണ് ആരാധന. എന്തിനാണെന്ന് ചോദിച്ചാൽ സ്ലംസിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്ന ആൾക്കാരെയും കൂടി നമ്മൾ അക്കോമോഡേറ്റ് ചെയ്യണമല്ലോ. അത് നമ്മൾ ഏതെങ്കിലും ചർച്ചിൽ പോയാലേ വരുന്നവർക്ക് അത്രയും സംരക്ഷണം ചിലപ്പം ലഭിച്ചില്ലാന്നിരിക്കും. കാരണം ഈ മുൻപോട്ട് വരുന്ന ആൾക്കാര് സാമ്പത്തികമായ പിന്നോക്കമുള്ളവർ മാത്രമല്ല, അതിൽ ചിലരൊക്കെ ഭംഗി, അതായത് തോട്ടികളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ചിലപ്പം നമ്മുടെ സമൂഹം സ്വീകരിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അന്ന് ആരാധന കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഒരു 2:30 ആവുമ്പോൾ ഞാനും ഡാഡിയും പിന്നെയും പോകും. മൊത്തത്തിൽ ഒരു 10 സ്ലംസിലായിരുന്നു അന്ന് പൊക്കൊണ്ടിരുന്നത്. രാത്രി മടങ്ങി വരുമ്പോൾ 9 മണി 10 മണിയൊക്കെ ആവും. എനിക്ക് ഭാഷകൾ അറിയാവുന്നത് ഡാഡിക്ക് അത് വലിയൊരു ആശ്വാസത്തിന് കാരണമായി തീരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചത് ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. അങ്ങനെ കുറെ നാള് വളരെ സന്തോഷമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാൻ ഇടയായി.
എനിക്കും ക്രിസ്തുവിൽ വളരുവാനും ഡാഡിക്കും അതൊരു സഹായമാകുവാനും ദൈവം സഹായിച്ചു. ബോംബെയിലെ സ്ലംസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, വെറും ചെറിയ ചെറിയ വീടുകളായിരിക്കും. അവരുടെ വീടിന്റെ ആ ഡോറിന്റെ വെളിയിൽ, അതായത് ആ മുറ്റത്തൂടി ആയിരിക്കും ഓടയൊക്കെ ഒഴുകുന്നത്. സ്ലംസിന്റെ വെളിയിൽ വലിയൊരു കച്ചറപ്പെട്ടി കാണും. അവിടുന്ന് ആയിരിക്കും ചിലപ്പം ചില കുഞ്ഞുങ്ങള് ഭക്ഷണം തിരയുന്നത്. ഒരു സൈഡില് പട്ടികൾ കാണും, ഒരു സൈഡില് പന്നികൾ കാണും. ഒത്തിരി ദയനീയമായ അവസ്ഥയാണ് ഈ സ്ലംസില്. ഡാഡി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്റെ കുട്ടികൾ യേശുവായ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഡാഡിയെ കെട്ടിപ്പിടിക്കുകയും ഡാഡി അവരെ കോരി എടുത്ത് ഡാഡിയുടെ മടിയിൽ ഇരുത്തുകയും ഒരു ഡാഡിക്ക് ഒരു അർപ്പുമില്ലാതെ ഡാഡിയുടെ കയ്യിൽ കുറച്ച് ടിഷ്യൂസും പിന്നെ പഞ്ഞിയും കുറെ ബിസ്ക്കറ്റ്സും കുറെ ചോക്ലേറ്റ്സും ഒക്കെ കാണും. ഇവരെ മടിയിൽ ഇരുത്തി അവരുടെ മൂക്കൊക്കെ തുടക്കുകയും കയ്യും കാലും തുടച്ചു കൊടുക്കുകയും അവരെ തരുന്ന സൽക്കാരം ഡാഡി വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും, അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ഡാഡി. ഡാഡിയിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. അത് മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് എന്റെ പിതാവിന്റെ ഇഷ്ടപുത്രിയായിരുന്നു ഞാൻ. പപ്പ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ഉരുള പപ്പ എന്റെ വായിൽ വെച്ചിട്ടായിരുന്നു പപ്പ കഴിക്കുന്നത്. അത്രയ്ക്ക് പപ്പയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു. എനിക്ക് എന്റെ പപ്പ 82-ലാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ആ നഷ്ടം എനിക്ക് ഡാഡി നികത്തി തന്നു. ഒരിക്കലും ഡാഡി എനിക്ക് ഫാദർ ഇൻ ലോ അല്ലായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഒരു പിതാവിനെയാണ് ദൈവം എനിക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോയി. പക്ഷെ അധികം നാള് എന്റെ ആ സന്തോഷം നിലനിന്നില്ല. വീട്ടില് ഓരോന്നായിട്ട് പ്രശ്നങ്ങൾ അങ്ങ് തുടങ്ങി. നല്ല ഒരു അമ്മാവിയമ്മയും 4 സിസ്റ്റേഴ്സും ഒരു അമ്മാച്ചനും പിന്നെ കുറെ സുശേഷകരും, ഇത്തരം പേരാണ് ഞങ്ങൾ വീട്ടില്. മൂത്ത പെങ്ങളും അളിയനും. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉള്ളല്ലോ. ഈ വീട്ടില് ഞങ്ങളെക്കാളും മൂത്തത് 4 സഹോദരിമാരുണ്ടല്ലോ. എന്റെ ഹസ്ബൻഡ് ആണല്ലോ ഏറ്റവും ഇളയത്. എല്ലാരും കൂടി ഞങ്ങളെ സ്നേഹിക്കും. എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടും. ഞാൻ മനസ്സും കൊണ്ട് കൊതിച്ചു. പക്ഷെ മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണുനീര് കാണണം. എപ്പോഴും പഴിയും ദുഷിയും കുറ്റപ്പെടുത്തലും പ്രയാസങ്ങളും തരുന്ന സഹോദരിമാർ. മാത്രമല്ല തീയിൽ എണ്ണ ഒഴിക്കുന്ന അമ്മവനും വേണ്ടാത്തതെല്ലാം കുറ്റം പറഞ്ഞു കൊടുത്ത് വീട്ടിൽ വഴക്കുണ്ടാക്കി. അന്നേരം ഡാഡി പറയും, സാരമില്ല മോളെ, പ്രാർത്ഥിച്ചാ മതി, ദൈവമെല്ലാം നേരാണ്. ഇതിന്റെ നടുവില് നല്ല സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. സ്നേഹം കൂടുമ്പോൾ നല്ല എന്നും പുള്ളിക്ക് സ്നേഹമാണ്. പിന്നെ മെതിയടിയ തന്റെ സ്നേഹപ്രകടനം അങ്ങനെയാണ്. ഒരു ദിവസം പോലും അടി വാങ്ങിക്കാതെ സ്വസ്ഥമായിട്ട് ഞാൻ കിടന്നു ഉറങ്ങിയിട്ടില്ല. ഒരു കാരണവും വേണ്ട, ദിവസവും അടിക്കിട്ടു.
എന്തിനാണെന്ന് ഇന്നും എനിക്കറിയില്ല. എന്റെ ഇടത്തെ കണ്ണ് 3 പ്രാവശ്യം കലങ്ങിപ്പോയി. മുഖത്തിന്റെ പകുതി കറുത്തുപോയി. ഒരു പ്രാവശ്യം 5 ലിറ്റർ മണ്ണാണ് എന്റെ ദേഹത്ത് ഒഴിച്ചിട്ട് തീപ്പട്ടിയും പിടിച്ച് ജില്ലിന്ന് നിൽക്കുകയാണ്. അന്നേരമാണ് നെയ്ബർ ഓടി വന്ന്, നീ എന്താണ് കാണിക്കുന്നത്? ബേബിച്ചായൻ എന്തിയെ? ബേബിച്ചായനെ വിളിച്ചിട്ട് നീ പെരയ്ക്കകത്ത് കയറിയാ മതി എന്ന് പറഞ്ഞ പുള്ളിയെ വെളിയിൽ ഇറക്കിയിട്ട് ആ അങ്കിള് ഡോർ അടച്ചു. ഒരു പ്രാവശ്യമാണെങ്കിൽ വാർക്ക് കമ്പിയാണ് കിട്ടിയത്. അത് വെച്ചാണ് മുട്ടിന്റെ അടിവശം 3-4 അടി കിട്ടി. പിന്നെ എനിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, സഹിക്കാനും വഹിക്കാനും വയ്യ. പക്ഷെ ആരോട് പറയണം? എന്റെ വീട്ടിൽ എനിക്ക് മടങ്ങി പോകാനും സാധിക്കില്ല. കാരണം എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനിങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതും യേശുവിന്റെ പിന്നാലെ പോയതും. മാത്രമല്ല, ഇങ്ങനെ ദുഃഖകൂമ്പാരം എന്റെ തലയിൽ കാണുമ്പോൾ അമ്മയ്ക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമുക്ക് വലിയ ഇഷ്ടം പോലെ ദൈവങ്ങളും എല്ലാത്തിനും കളഞ്ഞപ്പോ എന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അനുഭവിച്ചു. പിന്നെ മന്ത്രവാദം ചെയ്ത് എന്നെ മടക്കി കൊണ്ടുപോകണം എന്നുള്ള ഒറ്റ താല്പര്യം. അതിന്റെ ഇടയ്ക്ക് അമ്മ എവിടുന്നെങ്കിലും എന്തെങ്കിലും ജപിച്ചു കൊണ്ടുവരും. വീട്ടിലെ അടിയും പോരും സഹിക്കാൻ വയ്യാതാവുമ്പോൾ നിവർത്തിക്കേടും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ കുറച്ച് ദിവസം പോകും. അവിടെങ്കിലും സ്വസ്ഥത ലഭിക്കുമെന്ന്. അന്നേരം മമ്മി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദൈവത്തോടെ പറയും, അന്ന് ദൈവത്തോടെ ഇത്ര അടുപ്പമില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ. എന്റെ പപ്പായ്ക്ക് മാത്രം എന്നെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. അന്നേരം മമ്മി, അവൻ നല്ലതാകണമെന്നുണ്ടെങ്കിൽ, അവന്റെ കുടിയെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ ഞാന് കുറച്ച് സാമ്പ്രാണി ജപിച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ ഒരു റോസാപ്പൂ ജപിച്ച് എവിടെന്നെങ്കിലും അമ്മ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ അമ്മ മറക്കാതെ, ഞാനത് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചാൽ അമ്മ മറക്കാതെ അത് കൊണ്ടുത്തു വിടും. എനിക്ക് സ്വസ്ഥത ലഭിക്കുവാനാണ് ഇതെല്ലാം ജപിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ ഈ സാധനങ്ങൾ എന്റെ ജീവിതത്തില് അസ്വസ്ഥതയുണ്ടാക്കുമല്ലാതെ എനിക്ക് ഒരു സ്വസ്ഥതയും ലഭിച്ചിട്ടില്ല. എല്ലാവരും ജോലിക്ക് പോയതിനു ശേഷം വീട്ടിൽ ആരും ഇല്ല എന്ന് കാണുമ്പോൾ അതിൽ ഉറപ്പ് വരുത്തിയിട്ട് ഈ സാധനങ്ങൾ കരിയല്ല കളയുന്ന കൂട്ടത്തിൽ ഞാൻ കത്തിച്ചു കളയും. കാരണം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പേടിയാണ്. അത് മാത്രമല്ല, ഞാൻ വേണ്ടാന്ന് വെച്ചത് ഇനി എനിക്ക് വേണ്ട. ഡാഡി അറിഞ്ഞാലേ ഞാൻ ഡാഡിക്ക് എന്തോ ഉത്തരം പറയും. അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. എന്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ ട്യൂഷൻസ് എടുത്ത് തുടങ്ങിയത്. അതെനിക്ക് ട്യൂഷന്റെ ആവശ്യമോ പൈസയുടെ ആവശ്യമോ ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എന്റെ അയൽപ്പക്കത്തുള്ള ഒരു ചേച്ചി വന്ന് പറഞ്ഞു, മോളെ, എന്റെ മക്കൾക്ക് മാത്സ് അറിയില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, നീ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞു. ആ കുട്ടികൾ വന്ന പിന്നാലെ വേറെ 2-3 കുട്ടികൾ വന്നു. ഈ ഇടയില് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇങ്ങനെ സാക്ഷ്യം പറയണമല്ലോ. അന്നേരം ഈ കാര്യമാണ് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഞാനത് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റ. കാരണം ദൈവം ഓർമ്മിപ്പിച്ച കാര്യമാണ്. അത് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ഒരു അധ്യാപികയാണ്. ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്ക് അധ്യാപികയാകണമെന്ന് ഒരു താല്പര്യവുമില്ലായിരുന്നു. എനിക്ക് ഒരു ലോയർ ആയാൽ മതി, അതായിരുന്നു എന്റെ അംബിഷൻ.
പക്ഷെ ആ 13-ാമത്തെ വയസ്സില് ഈ കിട്ടിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്ക് കൊടുത്ത ട്രെയിനിങ് ഇന്നു വരെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് മാറിയിട്ടില്ല. ഓരോ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാന് ദൈവം എന്നെ സഹായിക്കുന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത്, നീ ഓർക്കുന്നോ, അന്ന് നിനക്ക് ട്യൂഷൻ ഒന്നും വേണ്ടായിരുന്നു, പണത്തിന്റെ ആവശ്യമില്ലായിരുന്നു, പപ്പായും നിന്നെ വിലക്കി, പണത്തിന്റെ ആവശ്യമില്ലല്ലോ, നീ നിന്റെ പഠിത്തം മാത്രം നോക്കിയാ മതി, പക്ഷേ ഭാവിയെ ഓർത്ത് ഞാൻ നിന്നെ അന്ന് ട്രെയിൻ ചെയ്തതാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പദ്ധതികൾ മുന്നമേ ദൈവത്തിന് അറിയാമായിരുന്നു, പക്ഷെ സമയാസമയമാണ് ദൈവം അത് വെളിപ്പെടുത്തി തന്നത്. നമ്മുടെ ദൈവം അങ്ങനാണ്, നേരത്തെ ഒന്നും പറയത്തില്ല. കാരണം മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഇറങ്ങണമെന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ. നീ ചെങ്കടൽ കടക്കേണ്ടി വരുമെന്നോ, ഫറവോൻ സൈന്യം നിന്നെ പിന്തുടരുമെന്നോ ഒന്നും പറഞ്ഞില്ല. ചെങ്കടൽ മുൻപില്, പിറകില് ഫിറവോൻ സൈന്യം, അന്നേരമാണ് നിന്റെ വടി നീട്ടാൻ പറഞ്ഞത്. നമ്മുടെ ദൈവം ലാസ്റ്റ് മിനിറ്റിലായി ആണ് പ്രവർത്തിക്കുന്നത്. അതുവരെ ദൈവം നോക്കും, ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. എന്റെ ചെറുപ്പത്തില് കല്യാണത്തിന് മുമ്പ് ഒരു സ്വപ്നമേ ജീവിതത്തിലുള്ളൂ, സന്തുഷ്ട കുടുംബ ജീവിതം. ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ സന്തുഷ്ട ജീവിതം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നേരം ചിലര് പറയും, പിന്നെ അങ്ങനെയൊന്നും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഹസ്ബൻഡ് വല്ലതും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്തെങ്കിലും. അന്നേരം ഞാൻ പറയും, ഓ അതൊക്കെ സാരമില്ല, നമ്മൾക്ക് ഓരോക്കെ വിട്ടുവീഴ്ച ചെയ്യണം, കാരണം ഇത് നമ്മുടെ ഡ്രീം അല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മാതൃക ദമ്പതികളായിരിക്കണം എന്ന്. പക്ഷെ ഒന്ന് പറയട്ടെ സഹോദരിമാരെ, സ്വപ്നമല്ല ജീവിതം, കഥയുമല്ല. ജീവിതം നമുക്ക് ഓരോ പാഠങ്ങളാണ് തരുന്നത്. ജീവിതം ഒരു പാഠശാലയാണ്. ദൈവമാണ് നമ്മുടെ അധ്യാപകൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതൊക്കെയാണ് നമ്മുടെ അസൈൻമെന്റ്സും നമ്മുടെ ലെസൺസും. ദൈവത്തിന്റെ യൂണിവേഴ്സിറ്റിയിലാണ് നാം ഇന്നും പഠിക്കുന്നത്. അങ്ങനെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, നിരാശ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അന്നത്തെ എന്റെ അവസ്ഥ വർണ്ണിക്കുവാൻ. ഒടുവിൽ ഞാൻ ജീവിതം മടുത്തു. മോനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ, അവൻ 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ ഒടുവിൽ ജീവിതം മതിയാക്കി, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക എന്ന് തീരുമാനിച്ചു. രാത്രി 12 മണി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കുറെ ഞാൻ അലഞ്ഞു. ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക്, ഞാൻ 4 നില ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറി നോക്കി, വാച്ച്മാൻ ഒന്നും ഇല്ലല്ലോ എന്ന്. എന്നിട്ട് ടെറസിൽ പോയി പാത്തിരുന്നു. യൂഷ്വലി ടെറസ് അങ്ങനെ തുറന്ന് ഇരിക്കത്തില്ല. അന്ന് ഈ ടെറസ് തുറന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സന്തോഷം തോന്നി, എന്റെ വേണ്ടി ടെറസ് തുറന്നതാണല്ലോ. ടെറസിൽ എത്തിയില്ല, പുറകിന് വാച്ച്മാൻ വന്നു. ഞാനങ്ങ് ഭയന്നു. അയാൾ എന്നെ കണ്ടിട്ടാണ് വന്നേ എന്നാ എന്റെ വിചാരം. ഞാൻ അവിടെ പാത്തിരുന്നു. ഭാഗ്യത്തിന് അയാൾ എന്നെ കണ്ടില്ല. അവിടെ താഴേക്ക് ചാടിയാൽ എന്താ എന്ന്. പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര താഴ്ച. എനിക്ക് അത്രയും ധൈര്യം വന്നില്ല. എനിക്ക് ആ ധൈര്യം തരാത്തതിന് ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ ആ കടും കൈ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു താങ്ങും തണലുമാകുവാൻ സാധിക്കയില്ല. ദൈവം അവിടെ എന്നെ താങ്ങി. വെളുപ്പിന് ഒരു 3:30-4 ആയപ്പോഴത്തേക്കിന് ഞാൻ അവിടുന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ലോക്കൽ ട്രെയിനിൽ കയറി. ഒരു മൂലയ്ക്ക് കയറിയിരുന്നു. ആ ട്രെയിൻ എവിടേക്കാണോ പോകുന്നത്
ഞാൻ ആ സീറ്റിന് മാറിയില്ല. ടു ആൻഡ് ഫ്രോ ആ ട്രെയിനിങ് ഞാൻ യാത്ര ചെയ്തു. പട്ടിണിയാണ്. തുള്ളി വെള്ളം പോലും കുടിക്കാൻ എൻ്റെ ഇല്ല. വിശന്നിട്ട് വയ്യ. ഒടുവില് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി പൈപ്പിൽ നിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചു. ചോപ്പാട്ടി എന്ന സ്ഥലം വരെ നടന്നു. ഇച്ചിരി നേരം അവിടെ കടൽ തീരത്തിരുന്ന് വീണ്ടും ഞാൻ ട്രെയിൻ കയറി. എന്റെ കൂടെ പഠിച്ച ഒരു പഞ്ചാബി കുട്ടി, ഞാൻ ഓർത്തു ബബലിയുടെ വീട്ടിൽ പോകാം, എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു ഗ്ലാസ് ചായ കിട്ടാതെ ഇരിക്കത്തില്ല. ബബലിയുടെ വീട്ടിൽ പോയപ്പോൾ ബബലിയുടെ കല്യാണമാണ്. അന്നേരം അവൾക്ക് ഭയങ്കര സന്തോഷം. എന്റെ കല്യാണമാ, നീ വന്നല്ലോ, ഞാൻ നിന്നെ വിളിക്കാൻ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിന് ചായയും സമോസായും കഴിച്ചു. പിന്നെ എവിടേക്ക് പോണം, എന്ത് ചെയ്യണം, ചോദ്യചിഹ്നവും ശൂന്യതയും അല്ലാതെ ഒന്നുമില്ല. എനിവേ വീട്ടിൽ മടങ്ങി പോകുവാൻ ഭയവുമാണ്. എന്തായി തീരുമെന്ന് അറിയില്ല. അപ്പോഴത്തേക്കിന് വീട്ടുകാരെല്ലായിടത്തും എന്നെ തരയുക. അവിടെ റോഡ് സൈഡ് ഒരു കിണറുണ്ട്, അവിടെ വരെ നോക്കി. അതിൻ്റെ അകത്ത് 3-4 പേരെ നീന്തൽ അറിയാവുന്നവരെ ഇറക്കി നോക്കി, കിട്ടിയില്ല. പിന്നെ ഞാൻ മടങ്ങി വരും എന്ന് ആരോ പറഞ്ഞു. എനിവേ എങ്ങും പോകാൻ നിവർത്തിയില്ലാത്തോണ്ട് ഞാൻ മടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരുമാതിരി ഹൗസ് അറസ്റ്റിലായിപ്പോയി. കാരണം വീണ്ടും ഞാൻ ഇത് ആവർത്തിച്ചാൽ അവർക്ക് നാണക്കേടാണല്ലോ. അങ്ങനെ ഓരോ ദിവസം മുൻപോട്ട് പോയി. 2 കുഞ്ഞുങ്ങളായി. അതിന് ശേഷം 1987 ഓഗസ്റ്റ് 30 ആരോടും പറയാതെ ഞങ്ങൾ 4 പേര് മാത്രം മൈലപ്രായിലെത്തി. എന്നോട് പറഞ്ഞു, എനിക്ക് നന്നായി ജീവിക്കണമെന്നുണ്ട്, എനിക്ക് നന്നാകണമെന്നുണ്ട്, നീ എന്നെ സപ്പോർട്ട് ചെയ്യാമോ? ഞാനൊരു ഭാര്യയായി പോയില്ലേ, ഞാനൊരു അമ്മയല്ലേ, ഞാനൊരു സ്ത്രീയല്ലേ, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, എന്റെ ഭർത്താവ് നല്ലവനായി തീരണമെന്നല്ലേ എനിക്ക് ആഗ്രഹം. യെസ്, ഐ വിൽ സപ്പോർട്ട് യു, ഐ വിൽ ബി വിത്ത് യു ത്രൂ ഔട്ട് എന്ന് പറഞ്ഞു. ഡാഡിയോടോ മമ്മിയോടോ ആരോടും പറയാതെ ഞങ്ങള് എന്റെ വീട്ടിൽ പോയി. ആദ്യം എന്റെ മമ്മിയുടെ 2000 രൂപ കടം വാങ്ങി അഹമ്മദാബാദിൽ നിന്ന് ഒരു ട്രെയിൻ കയറി മദ്രാസിൽ വന്നു. മദ്രാസിൽ നിന്ന് വേറെ ട്രെയിൻ കയറി എറണാകുളത്ത് വന്നു. കൊച്ചമ്മ മമ്മിയുടെ അനിയത്തിമാർ അവിടെ ഉണ്ട്. അവിടെ 2 ദിവസം താമസിച്ചതിന് ശേഷം ഞങ്ങൾ മൈലപ്രായി വന്നു. അത് കഴിഞ്ഞിട്ട് ഡാഡിക്ക് അന്നത്തെ കാലത്ത് എഴുത്തേ ഉള്ളൂ, ഫോൺസ് ഒന്നും ഇല്ല. ഡാഡിക്ക് ഒരു ലെറ്റർ എഴുതി, ഞങ്ങൾ ഇങ്ങനെ മൈലപ്രായിലുണ്ട്, ഡാഡി എത്രയോ വേഗം നാട്ടിൽ വരണം. അങ്ങനെ ഡാഡി 1 മാസത്തിന്റെ ഉള്ളിൽ നാട്ടിൽ വന്നു. അത്ര ദിവസം ഞങ്ങൾ കുടുംബത്തെ താമസിച്ചു. നമുക്കൊരു ചെറിയ വീടുണ്ടെങ്കിലും ഇവിടെ ആരും താമസമില്ലാത്തോണ്ട് സുവിശേഷകന്മാർക്കും പാസ്റ്റേഴ്സിനും ഒക്കെ ഈ വീട് റെന്റിനെ കൊടുത്തിരിക്കുക. അപ്പൊ അവർക്ക് 1 മാസം നോട്ടീസ് കൊടുക്കാതെ അവരോട് ദ്രോഹം ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അവർക്കും നോട്ടീസ് കൊടുത്തിട്ട് വീട് കാലിയാക്കിച്ച് ഞങ്ങള് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിൽ താമസമായി. നല്ലത് എന്ന് പ്രതീക്ഷിച്ച് ഇവിടുത്തെ ജീവിതം ആരംഭിച്ചു. പക്ഷേ ഇവിടെ സ്വസ്ഥത തേടിയാണ് ഞാൻ വന്നത്. അടാ പേടിച്ച പന്തളത്ത് ചെന്നപ്പോൾ ദാ നിൽക്കുന്നു, പന്തം കൊളുത്തി അവിടെയും നിൽക്കുന്നു. ബോംബെയിലായിരുന്നപ്പോൾ ഡാഡിയെങ്കിലും ഉണ്ടായിരുന്നു ഒരു ആശ്വാസത്തിന്. ഇല്ല, അടി കിട്ടുമ്പോൾ ഇടയ്ക്ക് വന്ന് എന്നെ അവിടുന്ന് മാറ്റാൻ. ഇവിടെ ആയപ്പോൾ ആരുമില്ല. മുകളിൽ നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി. എനിക്ക് ഭാഷ അറിയില്ല, ജനം ഇവിടുത്തേത് എന്റേതല്ല. അങ്ങനെ 1.5 വർഷം
ശരിക്കും കഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞാലേ 7 വർഷത്തെ കുടുംബജീവിതത്തില് കൂടിപ്പോയാൽ ഒരു 5.5 വർഷം ആയിരിക്കും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചത്. ആ 5.5 വർഷം എന്ന് പറഞ്ഞാൽ നരകതുല്യമായിരുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ മാർച്ച് 9, 1989 ഭർത്താവ് ഞങ്ങൾ ഇട്ടേച്ചു പോയി. എവിടേക്ക് പോയി, എന്തിനു പോയി അറിയില്ല. ഒരുമാതിരി ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ളതുപോലെ ഞങ്ങളുടെ ഇവിടെ കളഞ്ഞിട്ട് പോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മകൻ മരിച്ചാലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണുനീര് കാണണം. എങ്ങനെയോ വീണ്ടും ഇയാള് സ്വന്തം വീട്ടിലേക്ക് ബോംബെ എത്തി. അവിടെ എത്തിയപ്പോഴും വീട്ടുകാരുടെ നല്ല സപ്പോർട്ട്, ഡാഡി ഒഴികെ. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് വർക്കാണ് നടക്കുന്നത്, ഡാഡി അറിയത്തില്ല. അമ്മാവി അമ്മയും പെങ്ങളുമാരും കൂടി പണിയൊപ്പിച്ചു. എന്തിനാ? എന്നെ ഇഷ്ടമില്ല, ഞാൻ ഇവിടുന്ന് പോണം, ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പോണം. എന്തിനാണെന്ന് ഇന്നും എനിക്ക് കാരണം അറിയില്ല. ആ സമയത്ത് മകന് UKG പഠിക്കുന്നു, മകൾ LKG പഠിക്കുന്നു. എനിക്ക് ഭാഷ അറിയത്തില്ല, എവിടെ പോകണം, എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ആരോട് ഞാൻ ഈ കാര്യങ്ങൾ പറയണം എനിക്കറിയത്തില്ല. ദൈവമല്ലാതെ എനിക്ക് ഒരു ആശ്രയവുമില്ല. പ്രിയ സഹോദരിമാരെ, ദൈവം ഇത് ചെയ്തത് എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ബോംബെയിൽ ഇരുന്നാല് ഇവരുടെ നടുവില് ഞാൻ കടുങ്കൈ ചെയ്തു പോകും. അതുപോലായിരുന്നു സാഹചര്യം. ഇല്ലെങ്കില് എന്റെ വീട്ടിലെ ഇൻഫ്ലുവൻസ് കാരണം ഞാൻ കർത്താവിനെ ത്യജിക്കും. അതിനു വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചത്. ആ സമയങ്ങളില് സാക്ഷ്യം പറഞ്ഞാലോ ഇല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചാലോ, എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ, ഒന്നിൽ ആംഗ്യം കാണിക്കും, ഇല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും സംസാരിക്കും. അപ്പോഴത്തേക്കിന് കേൾക്കുന്നവരെന്നെ കളിയാക്കും. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ. ഉള്ളിൽ ദുഃഖമുണ്ട് പോലും. I told myself that because of me they are happy. ഞാൻ കാരണം അവരെ സന്തോഷിക്കുന്നല്ലോ എന്ന്. എന്റെ പോസിറ്റീവ് തിങ്കിങ് ആണ് എന്നില് ഒരു പ്രത്യേക ഊർജം നൽകിയത്. അതിനുശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ബൈബിൾ പഠിപ്പിക്കുന്നു അന്യഭാഷ ദാനമായി തരുന്ന ദൈവമാണല്ലോ നീ. അപ്പം എന്നെ കുറിച്ച് നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നീ എനിക്ക് മനുഷ്യർ സംസാരിക്കുന്നു, നീ എന്നെ ആക്കിയിരിക്കുന്ന ഈ സ്ഥലത്തിൽ ഇവരെ ഈ ജനം സംസാരിക്കുന്ന ഭാഷ എനിക്ക് ദാനമായി തന്നെ മതിയാവും. ഭാഷ ലഭിക്കുവാൻ വേണ്ടി ഞാൻ 3 ദിവസം ഉപവാസം എടുത്തു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ഉപവാസം എന്ന് പറഞ്ഞാൽ വെറും വെള്ളം കുടിച്ചുള്ള ഉപവാസമാണ്, അല്ലാതെ ഭക്ഷണം കഴിച്ചുള്ള ഉപവാസമല്ല. 3-ാമത്തെ ദിവസം കുഞ്ഞുങ്ങളെ ഞാൻ സ്കൂളിൽ വിട്ട് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി 10 മണിയായപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നു. പ്രിയ സഹോദരിമാരെ, അത്ഭുതം എന്ന് പറയട്ടെ, ഇംഗ്ലീഷിൽ തുടങ്ങിയ പ്രാർത്ഥന അവസാനിച്ചത് മലയാളത്തിലാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. അന്നു മുതൽ ഇന്ന് വരെ I am very much comfortable in Malayalam than my own mother tongue Gujarati. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഇന്ന് എനിക്ക് 5 ഭാഷകള്
എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിയാം. ബാക്കി 4-5 ഭാഷകള് തട്ടിമുട്ടി നിൽക്കാം. അങ്ങനെ ഭാഷാവരം ദൈവം എനിക്ക് തന്നു. അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി സങ്കടം വരുമ്പോൾ ഞാൻ ഓരോ പാട്ട് പാടി ആശ്വസിക്കും. പാട്ടുകളായിരുന്നു എന്റെ തുണ. കാരണം ആരോടും സംസാരിക്കാനില്ലല്ലോ, എങ്ങും പോകാനില്ലല്ലോ. മാത്രമല്ല നമ്മുടെ കഷ്ടതയിൽ നമ്മൾ എവിടെങ്കിലും പോയാലുണ്ടല്ലോ, ആരുടെങ്കിലും സ്വന്തക്കാരാണേലും ചർച്ചക്കാരാണേലും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് അവർക്കൊന്നും ഇല്ലായിരുന്നു, ഇവിടെ വരുമായിരുന്നു, ഞങ്ങൾ വല്ലതും കൊടുക്കുമായിരുന്നു. അതെനിക്ക് കേൾക്കണ്ട. കാരണം എന്റെ ദൈവം എന്നെ പോറ്റാൻ കഴിവുള്ളതാണ്. പ്രപഞ്ചനാഥൻ അങ്ങനെ എന്നെ വിടൂല്ല. അതുകൊണ്ട് എങ്ങും പോകത്തില്ല. അൺലെസ് ഐ എം ഇൻവൈറ്റഡ്, എങ്ങും പോവില്ല. പിന്നെ മരുഭൂ യാത്രയിലാണ്. പ്രിയ സഹോദരിമാരെ, ദൈവം കൂടെ നടക്കുന്നത് എന്ന് കേൾക്കുന്ന ആരെങ്കിലും മരുഭൂ പ്രയാണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ദൈവം കൂടെ ഇരിക്കും. മരുഭൂ യാത്രയിലാണ് ദൈവം നമുക്ക് മന്ന തരുന്നത്. നാം മന്ന തേടി പോവണ്ട, ദൈവം തരും. ഒരു കാലമുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് തിന്നും, എന്ത് കഴിക്കും, എന്ത് ഉടുക്കും. പക്ഷെ ആ അവസ്ഥയ്ക്കൊക്കെ ദൈവം ഭേദം വരുത്തി. ഇന്ന് ഞാൻ ഏത് കഴിക്കും, ഏത് ഉടുക്കും, ആ അവസ്ഥയിലാണ് ദൈവം എന്നെ ആക്കിയത്. ദൈവത്തിന്റെ വിശ്വസ്തത ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറിയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോവും, നമ്മൾ ആശ്രയിക്കുന്ന മനുഷ്യർ മാറിപ്പോവും, പക്ഷെ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ലോകസുഖം എന്ത് തരും? ആത്മക്ലേശമാണ് ലോകസുഖം തരുന്നത്. പക്ഷെ കർത്താവിൽ നാം വളരണമെന്നുണ്ടെങ്കിൽ കഷ്ടത വേണം. കഷ്ടത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടത ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ആ കഷ്ടതയെ ചൊല്ലി നിങ്ങൾ വിലപിക്കരുത്. കാരണം നാം വിലപിക്കുമ്പോൾ നമ്മുടെ പ്രതിയോഗി ചിരിക്കുകയാണ്. ഹന്ന വ്യസനിച്ചപ്പോഴാണ് ഹന്നയ്ക്ക് അനുഗ്രഹം ലഭിച്ചത്. പെനീന അവിടെ കിടന്ന് ചിരിച്ചു. പക്ഷെ ഹന്നയുടെ ജീവിതത്തിലും ദൈവം സന്തോഷം നൽകി. പെനീന ഉള്ളത് കൊണ്ടാണ് ഹന്നയ്ക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞത്. അതുപോലെ യോസഫ് ഒരു മന്ത്രിയായി തീരുന്നത് വെറുതെയല്ല. ആദ്യം അവനെ കുഴിയില്, കാരാഗ്രഹത്തില്, അതിനുശേഷമാണ് അവൻ കൊട്ടാരത്തിൽ വന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നാം കുപ്പയിൽ ഇരിക്കുവാൻ മനസ്സ് കാണിച്ചാൽ മാത്രം ദൈവം നമ്മളെ ഉയർത്തും. പിന്നെ എന്റെ ജീവിതത്തിൽ വേറെ ഒരു പാഠം ഞാൻ പഠിച്ചത്, ഈഗൽ ഒത്തിരി ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. കാക്ക ഈഗലിന്റെ മണ്ടയ്ക്ക് ചിലപ്പം ഇരുന്ന് ഈഗലിനെ കൊത്തും. ഈഗൽ ഒന്നും ചെയ്യത്തില്ല, ഒന്നും മിണ്ടത്തില്ല. ഈഗലിനെ വേണമെങ്കിൽ കാക്ക കൊത്താം, കുടഞ്ഞിടാം. ഈഗൽ ഒരു കാര്യം മാത്രം ചെയ്യും, ഉയരത്തിൽ 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 അങ്ങ് പറക്കും. കാരണം ഈഗലിനെ അറിയാം കാക്കയ്ക്ക് അത്രയും ഉയരം പറ്റത്തില്ല. നല്ല ഉയരത്തിൽ ചെല്ലുമ്പോൾ കാക്കയ്ക്ക് അവിടെ ശ്വാസം മുട്ടും. കാക്ക തന്നെ ആ കൊത്ത് നിർത്തി അവിടുന്ന് മാറും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കാക്കകൾ കൊത്താൻ വന്നാലുണ്ടല്ലോ, മൈൻഡ് ചെയ്യണ്ട. ഉയരത്തിലെ കർത്താവിനെ മാത്രം നോക്കി, അത് മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഞാനും
എൻ്റെ മകളും മകനും മാത്രം. ഞങ്ങൾ 3 പേര് സുഖത്തിലും ദുഃഖത്തിലും എല്ലാ കാര്യങ്ങളിലും ദൈവം എനിക്ക് നല്ല കുഞ്ഞുങ്ങളെ, എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് പോകുവാൻ സാധിച്ചത്. അവരെ ദൈവം അനുഗ്രഹിച്ചു. ഒരു ഇസഹാക്ക് ഉള്ളപ്പോൾ ഒരു ഇസ്മായിലും കൂടി ഞങ്ങളുടെ ജീവിതത്തില്. വേദപുസ്തകത്തിൽ ഇസ്മായിൽ വന്നതിന് ശേഷമാണ് ഇസഹാക്ക് വന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഇസഹാക്ക് ഓൾറെഡി ഉണ്ട്, അത് കഴിഞ്ഞാണ് ഇസ്മായിൽ വരുന്നത്. മക്കളോട് ഇതൊന്നും പറയാതെ ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് അവർക്ക് തിരിച്ചറിവാകുന്ന പ്രായമായപ്പോൾ ഞാൻ അവരോട് ഈ സത്യാവസ്ഥ പറഞ്ഞു. മക്കളെ, ഇന്നതാണ് കാര്യം. Now you are old enough to understand what I am saying. ചില സമയത്ത് അവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. കാരണം എനിക്ക് അപ്പന്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യണം, ഒരു അമ്മയുടെ ഡ്യൂട്ടി ഞാൻ ചെയ്യണം. അങ്ങനെ ജീവിത ഭാരം കൂടിയപ്പോൾ ചില സമയത്ത് അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും. വിശ്രമമില്ലാത്ത ജീവിതം, ഒന്നേ ഉള്ളു ലക്ഷ്യം. ആരുടെ മുമ്പിൽ കൈനീട്ടരുത്, തെറ്റായ വഴിയിൽ സഞ്ചരിക്കരുത്, മോഷ്ടിക്കരുത്. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് കർത്താവേ, എനിക്ക് വഴിയും വാതിലും തുറന്നു തരണം. ദൈവം എനിക്ക് ഒരുപാട് വഴിയും വാതിലും തുറന്നു തന്നു. പ്രിയ സഹോദരിമാരെ, ബോംബെ പട്ടണത്തിൽ ജനിച്ച ഞാൻ കോഴിയെ കണ്ടിട്ടേ ഉള്ളൂ. കോഴിയെ ഞാൻ വളർത്തി, എൻ്റെ മക്കളെ വളർത്തി. അതുപോലെ കുടുംബത്തെ ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു. കറവക്കാരൻ ഒരു ദിവസം വന്നില്ല. ഞാൻ പറഞ്ഞു, പാപ്പൻ പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. എന്റെ ജീവിതത്തിൽ ഞാൻ പശുവിനെ തൊട്ടിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പശുവിനെ കറന്നു. കാരണം ഞാൻ അത് ചെയ്താലേ എന്റെ മക്കൾക്ക് ഞാൻ കാശ് കൊടുക്കാതെ പാല് കിട്ടുമല്ലോ. അങ്ങനെ മക്കളെ വളർത്തുവാൻ വേണ്ടി ഞാൻ തയ്യൽ ചെയ്തു. അങ്ങനെ ഞാൻ തയ്യൽ പഠിച്ചു. സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ബ്ലൗസ് ഒക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് കിട്ടിയ ഫ്രണ്ട് സർക്കിളിലെ ടീച്ചേഴ്സ് എല്ലാവരും, ദൈവം എനിക്ക് തന്ന എന്റെ സമൂഹം ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഞാൻ തുണിക്കച്ചവടം നടത്തിയിട്ടുണ്ട്. കാരണം ജോലി ചെയ്യുന്നതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ലായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ 4 സ്കൂളുകളിലാണ് ഞാൻ പഠിപ്പിച്ചത്. ഒരു സ്കൂളിൽ പോലും ഞാൻ അപേക്ഷിച്ചിട്ടില്ല. കാരണം എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്റെ യോഗ്യത എന്റെ കർത്താവ് തന്ന യോഗ്യത മാത്രമേ ഉള്ളൂ. 4 സ്കൂളിൽ ജോലി ചെയ്തതിൽ 4 എന്റെ വീട്ടിൽ വന്നാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അത് ദൈവം പ്രവർത്തിച്ചിട്ട് തന്നെയാണ്. ഒരു സ്കൂളില് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ജോലി ചെയ്യുവാൻ ദൈവം അവസരം തന്നു. ഒടുവിലത്തെ സ്കൂളിൽ ഞാൻ 10 വർഷം ജോലി ചെയ്തു. അവിടെ ഒരു VP ആയിട്ട് വർക്ക് ചെയ്യാനാണ് 8 വർഷം ദൈവം സഹായിച്ചത്. എന്റെ മിടുക്കൊന്നുമല്ല, ദൈവം തന്ന കഴിവ് മാത്രമാണ്. ദൈവം എന്നെ ഈ തീച്ചുളയിൽ കൂടി കടത്തിവിട്ടത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തിനാണ് എന്ന്. ഈ തീച്ചുള എന്നെ ദൈവം ശുദ്ധീകരിക്കുകയായിരുന്നു, എന്നെ ഓരോന്നെ പഠിപ്പിക്കുകയായിരുന്നു. കാരണം തീച്ചുളയിൽ കൂടി കടന്നു പോകുന്ന സഹോദരിമാർക്ക് ഒരു താങ്ങും തണലുമായിരിക്കാൻ, അവർക്ക് ഒരു ആശ്വാസമായിരിക്കാൻ. എനിക്ക് ആശ്വാസം ലഭിച്ചില്ല, പക്ഷെ എനിക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതാനുഭവങ്ങളായിരുന്നു എന്റെ പാഠങ്ങൾ. ദൈവം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു മെഴുകുതിരി ആയിരിക്കണം. നീ കത്തി നശിച്ചാലും വേണ്ടിയില്ല, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണം. നീ ഒരു സാമ്പ്രാണിയായിരിക്കണം. മറ്റുള്ളവർക്ക് നീ കാരണം സുഗന്ധം ലഭിക്കണം. മനുഷ്യർ എന്നെ എങ്ങനെ കാണുന്നു എനിക്ക് വിഷയമല്ല. പക്ഷെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്
ചെയ്യുവാനും ദൈവം ഇടയാക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരിമാരെ, ശൂന്യതയിൽ നിന്ന് വിശാലതയിലേക്ക് നടത്തിയ എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നിരാശയിൽ കടന്ന എന്നെ ദൈവം പ്രത്യാശ നൽകി. പട്ടിണിയിൽ നിന്ന് സമൃദ്ധിയിലേക്കാണ് ദൈവം എന്നെ നടത്തിയത്. വിഷാദത്തിൽ നിന്ന് സന്തോഷത്തിലേക്കായിരുന്നു എന്റെ യാത്ര. എന്റെ പരാജയങ്ങളെല്ലാം വിജയമാക്കി തന്നു. എന്റെ ജീവിതത്തില് അന്ധകാരമായിരുന്നു, ഒരു എത്തുംപിടിയില്ലാത്ത ജീവിതമായിരുന്നു എന്റെ ജീവിതം. ദൈവം പ്രകാശം കൊണ്ട് നിറച്ചു. വിഗ്രഹങ്ങളെ സേവിച്ചു തീർന്ന ഞാന് ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ മകളായി തീർന്നു. ഈ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും എത്ര നന്ദി കരറ്റിയാലും മതി വരികയില്ല. ഞാന് ഒത്തിരി പ്രയാസപ്പെട്ടപ്പോൾ, എനിക്ക് ആരോരും ഇല്ലാതിരുന്നപ്പോൾ ദൈവത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ, എന്നെ ആശ്വസിപ്പിച്ച, എന്നെ ധൈര്യപ്പെടുത്തിയ, എനിക്ക് ഉറപ്പ് നൽകിയ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് മകളെ എന്നുള്ള വാക്യങ്ങള് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാവ് 54:4 മുതലുള്ള ചില വാക്യങ്ങൾ. ഭയപ്പെടണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈദ്യവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിപത്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഇത്രയും ധൈര്യവും ഉറപ്പും നൽകിയ പോരെ സഹോദരിമാരെ? രാവും പകലും എന്റെ പിതാവ് എനിക്ക് ഒരു സഹോദരനും എന്റെ കൂട്ടുകാരനും എന്റെ പിതാവും എന്റെ ഭർത്താവും എല്ലാമായിട്ട് എന്റെ കൂടെ നടന്നു. ഇന്നും നല്ല ആലോചനക്കാരൻ എനിക്ക് ആലോചന തന്നു, വഴി നടത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഡാഡി എഴുതിയ ഒരു പാട്ടിന്റെ ഒരു വരി, അതെനിക്ക് ഒരുപാട് ആശ്വാസം നൽകിയ പാട്ടാണ്. ഡാഡി ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. പ്രതികൂല കാറ്റങ്ങടിച്ചിടുമ്പോൾ പ്രതീക്ഷയൊക്കെയും ആറ്റിടുമ്പോൾ പ്രാണപ്രിയനാകും നിന്നുടെ ശബ്ദം പ്രതീക്ഷയ്ക്കപ്പുറം ആശ നൽകും. എൻ പ്രാണപ്രിയനാകും നിന്നുടെ ശബ്ദം പ്രതീക്ഷയ്ക്കപ്പുറം ആശ നൽകും. പകലിലും രാവിലും കാക്കും ദേവാ, പോയ ദിനം എന്നെ കാത്തനാഥ.
ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ മരണത്തിൽ നിന്ന് വിടുവിച്ച എന്റെ ദൈവം എന്നെ ഇന്നും ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കി പോറ്റി പുലർത്തുന്ന ദൈവം. ആ ദൈവത്തിനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? 2003 ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഓരോ കഷ്ടപ്പാട് കണ്ട് എന്റെ മനസ്സിൽ തോന്നി, ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദിസ് കിഡ്സ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു പ്ലേ സ്കൂൾ തുടങ്ങിയാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ചു. ദൈവം ഒരു ഗ്രീൻ സിഗ്നൽ തന്നപ്പോൾ 2003 ജൂൺ മാസം 3-ാം തീയതി ഒരു പ്ലേ സ്കൂൾ ആരംഭിച്ചു. ഒരു സമയമുണ്ടായിരുന്നു എനിക്ക് 65 കുട്ടികളും 5 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ദൈവം എന്നെ മാനിച്ചു. ഇന്നും എന്റെ സ്കൂളിന് പേരുണ്ടെങ്കിലും എങ്ങും ബോർഡില്ല. ഈ കഴിഞ്ഞ 18-19 വർഷമായി ദൈവമാണ് എന്നെ നടത്തിയത്. ഒരു അഡ്വർടൈസ്മെന്റും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം വാഗ്ദത്തം തന്നവൻ വിശ്വസ്തൻ. അറിഞ്ഞും കേട്ടുമാണ് എനിക്ക് സ്റ്റുഡൻസിനെ ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തോടെ ഞാൻ ഉടമ്പടി ചെയ്തു. ഈ സ്കൂളില് ഞാൻ ബൈബിൾ പഠിപ്പിച്ചതിന് ശേഷമേ ക്ലാസ്സുകൾ എടുക്കുകയുള്ളൂ. അത് അന്നു മുതൽ ഇന്നു വരെ കുട്ടികൾക്ക് വാക്യങ്ങൾ പഠിപ്പിക്കുവാനും ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുവാനും ആ പഠിക്കുന്ന വാക്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ ദൈവ വഴിയിൽ നടത്തുവാനും ദൈവം സഹായിക്കുന്നു. മാത്രമല്ല വരുന്ന പേരൻസ് എല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. അവരോട് ഇടപെടുവാനും അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവരെ കൗൺസിൽ ചെയ്യുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരുടെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കുന്നു. അങ്ങനെ ചിലരൊക്കെ വിളിച്ച് പറയും, ചിലര് ഒന്നും പറയാറില്ല. ഈ ഇടയിലും ഒരു പേരന്റ് പറഞ്ഞു, മാഡം കാരണമാണ് എന്റെ കുടുംബജീവിതം ഇന്നും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നത്. ഇല്ലേ, എന്നെ ഞങ്ങള് പിരിയേണ്ടിയതാണെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു സന്തുഷ്ട കുടുംബജീവിതം ആഗ്രഹിച്ചു, എനിക്ക് ലഭിച്ചില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം പകരുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വിശന്നിരിക്കുന്നവനോട് ഒരു ഉരുള ചോദിക്കണം. കാരണം അവന് പട്ടിണി എന്താണെന്ന് അറിയാം. അതിനു വേണ്ടിയാണ് ചില സമയത്ത് ഞാൻ ദൈവത്തോടെ ഇങ്ങനെ മല്ലടിക്കുമ്പോൾ, നിന്നെ തീച്ചൂളയിൽ കൂടി കടത്തിയത് വെറുതെ അല്ല മക്കളെ, നിന്നെ ഞാൻ ഒരു മാനപാത്രമാക്കാനാണ്. കുശവന്റെ കയ്യിൽ കളിമണ്ണിരുന്നാല് കളിമണ്ണ് കുശവനോട് ചോദ്യം ചെയ്യാറില്ല. മകളെ, നീ എന്നെ ചോദിച്ചത് ഇരിക്കട്ടെ, ഇനി നീ എന്നോട് ഇങ്ങനെ ചോദിക്കരുത്, എന്നെ ദുഃഖിപ്പിക്കരുതെന്ന്. ഇല്ല കർത്താവെ, സോറി, ഞാൻ തെറ്റിപ്പോയി എന്ന് ഞാൻ എന്റെ ദൈവം കുറേയേറെ നേരം മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ സംസാരിക്കും. എനിക്ക് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അപ്പം വൈകിട്ട് ഞാൻ ചെടികൾ നനയ്ക്കാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ എന്റെ കൂടെ കർത്താവുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ്, കർത്താവ് എനിക്ക് ഓരോ ആലോചനകൾ പറഞ്ഞു തന്ന് കുറെ ഐഡിയാസ് ഒക്കെ കർത്താവ് പറഞ്ഞു തരും. ആ ഐഡിയാസ് ഒക്കെ ആയിരിക്കും ചില എന്റെ പ്രസംഗങ്ങളിൽ കൂടി ഞാൻ പറയുമ്പോൾ അതായിരിക്കും അവിടെ ക്ലിക്കാകുന്നത്. അത് എന്റെ മിടുക്കൊന്നുമല്ല. കാരണം ദൈവത്തോടെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ദൈവമേ, അവിടുത്തെ രാജ്യവിസ്തൃതിയുടെ വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നെ സഹായിച്ച മതിയാവും. ഞാന് ജീവിതത്തിൽ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. നേരത്തെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ജീവിക്കണമെന്നും
എന്തോ കളർ സാരിയാണോ ഇല്ലെങ്കിൽ എന്തോ കളർ ഡ്രസ്സാണ് അതിൻ്റെ അനുസരിച്ചായിരിക്കും വളയും മാലയും കമ്മലും ഇവൻ തലയിൽ ഇടുന്ന ബാൻഡ് എല്ലാം. ഒന്നും വേണ്ടായിരിക്കും. എനിക്ക് എന്റെ കർത്താവിനെ മാത്രം. കാരണം ലോകസുഖം എനിക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഈ നശ്വരമായ ലോകം ഞാൻ ഒരു ദിവസം വിട്ടിട്ട് പോകേണ്ടതാണ്. എനിക്ക് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. എന്റെ വഴിക്ക് ഞാന് സ്വർഗത്തിൽ വേണം നിക്ഷേപം ശേഖരിക്കുവാൻ. വിശ്വസ്തയായ ദാസി എന്ന് എനിക്ക് കേൾക്കണം. എന്റെ വിളക്കിൽ എന്നും എണ്ണ ഞാൻ കരുതി വെക്കണം. എന്റെ കർത്താവിന് ഞാൻ കൈ നിറയെ സമ്മാനം കൊടുക്കണം. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കണം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലാതെ എനിക്ക് ഈ ലോകത്തില് ഒരു ആഗ്രഹവും ഇല്ല. ഇതുവരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരിമാരെ, സമയം ഇനി നമുക്ക് അധികം ഇല്ല. ഈ ലോകത്തില് നടക്കുന്ന ഓരോ സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്. നമുക്ക് അധികം സമയമില്ല. ലഭിക്കുന്ന സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി ബന്ധപ്പെടാതെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെച്ച് ദൈവം നൽകിയിരിക്കുന്ന ടാലന്റ് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പാന്റത്ത് ഫോർ ലിവിങ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. അതോർത്ത് പാന്റത്ത് ഫോർ ലിവിങ്ങിന്റെ എല്ലാ ഭാരവാഹികളോട് ഞാൻ രക്ഷിതാവിന്റെ നാമത്തിൽ എന്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, വളരെ ശ്രദ്ധയോടെ എന്നെ ശ്രവിച്ച എല്ലാ സഹോദരിമാർക്കും എന്റെ ഹൃദയംഗവുമായ നന്ദിയെ അറിയിക്കുന്നു. അടിയന്റെ ശുശ്രൂഷയെ ഓർത്ത് ഇനി എനിക്ക് ജോലി ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ല. കർത്താവ് എങ്ങനെ എന്നെ നടത്തുന്നുവോ അങ്ങനെ എനിക്ക് മുൻപോട്ട് പോകണം. ഇതുവരെ ഞാൻ പാർട്ട് ടൈം ആയിരുന്നു സുശേഷ വേലയിൽ ഏർപ്പെട്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇനി ഫുൾ ടൈം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ദൈവം അത് എന്റെ ആഗ്രഹത്തെ മാനിക്കുന്നെങ്കിൽ, ദൈവം അനുവദിക്കുന്നെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ഹിതത്തിന് വണങ്ങി മുൻപോട്ട് പോകണമെന്നുണ്ട്. എനിക്ക് ദൈവം നൽകിയ മക്കള്, ദാനമായി തന്ന മകള് ബാലഘാട്ട്, മധ്യപ്രദേശ് ബാലഘാട്ട് എന്ന സ്ഥലത്തായിരിക്കുന്നു. അവക്ക് 2 ആൺകുട്ടികളുണ്ട്. മകന് കാനഡയിലായിരിക്കുന്നു. 9 വർഷമായി അവന് മക്കളില്ലാതിരുന്നു. ഇപ്പോൾ മരുമകൾ പ്രഗ്നന്റ് ആണ്. അടുത്ത മാസം അവക്ക് ഡ്യൂ ആണ്. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരത്തിനുമായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പാന്റത്ത് ഫോർ ലിവിങ്ങിനെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. അനുവദിച്ച കനൽ വഴിയിൽ പ്രാർത്ഥനയും പാട്ടുമായി അതിനെ മെത്തയാക്കി മാറ്റിയ അനുഗ്രഹീത സാക്ഷ്യം ദൈവത്തിന്റെ അത്ഭുതം എന്നല്ലാതെ എന്തു പറയാൻ. നാം ഓരോരുത്തരും കഴിഞ്ഞ നാളുകളിൽ നടക്കുന്ന വഴി ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, കൈപ്പേറിയത്, കഷ്ടത നിറഞ്ഞത് എന്നൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ഈ സാക്ഷ്യത്തിന്റെ മുന്നിൽ സ്വയം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് നന്ദി പറയാൻ കേൾപ്പിച്ച സാക്ഷ്യത്തെ ഓർത്തു. പ്രിയ ദീദി പറഞ്ഞതുപോലെ ദീദിയുടെ ആഗ്രഹം നാം എല്ലാവരും കേട്ടു. ദൈവത്തിന്റെ ഹിതം എന്തോ അത് നിറവേറേണ്ടതിനായിട്ട് നമുക്കും തുടർന്നും പ്രാർത്ഥിക്കാം. അനുഗ്രഹീത സാക്ഷ്യവുമായി ഞങ്ങളുടെ ഇടയിലേക്ക് ദീദി കടന്നു വന്നതിന് ഒരുപാട് നന്ദി. തുടർന്ന് നന്ദി പറയുന്നതിനും പ്രാർത്ഥനയ്ക്കുമായി സഹോദരി ഉഷ ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ 31ാമത്തെ ടെസ്റ്റിമണി മീറ്റിംഗിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നത്. വൈശാലി ആന്റിയുടെ ടെസ്റ്റിമണി ആയിരുന്നു 31ാമത്തെ. കഴിഞ്ഞ 30 ടെസ്റ്റിമണിയിലും നമ്മൾ ഇതുപോലെ അനേക ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ആ വലിയവനായ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. എത്ര മഹത്വം ആ ദൈവത്തിന് കൊടുത്താലും മതിവരാത്ത വിധമാണ് നമ്മൾ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ
ദൈവം നടത്തുന്ന വിധങ്ങളും അതുപോലെയാണ്. ആ വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും വലിയവനായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ആദ്യമായി തന്നെ ബിൻസി ചാൾസ് MC ചെയ്ത ബിൻസിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി അത് ലീഡ് ചെയ്യുവാനായിട്ട് ബിൻസിയെ ദൈവം സഹായിച്ചു. ബിൻസിയെയും ബിൻസിയുടെ കുടുംബത്തിന്റെ കർത്താവിന്റെ വേലയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. തുടർന്ന് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഓപ്പണിംഗ് പ്രയർ ചെയ്ത ജോസിയ മോളെ ഓർത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോസിയെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാ നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മളെ പാട്ടുപാടി ദൈവത്തിന് മഹത്വം കരയറ്റിയ മജുവിനെ ഓർത്തും ദൈവത്തിന് നന്ദി കരയറ്റുന്നു. വലിയ ആ പാട്ട് പാടുവാനുള്ള എഴുതുവാനുമുള്ള ആ വലിയ ടാലന്റ് ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം വീണ്ടും അവളെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാത്തിനും ഉപരിയായി നമ്മൾ കേട്ട ഹൃദയസ്പർശിയായിട്ടുള്ള ആ സാക്ഷ്യം വൈശാലി ആന്റിയുടെ ചെറുപ്പകാലം മുതൽ ഇതുവരെയും മാറ്റമില്ലാത്ത ദൈവം നടത്തിയ വിധങ്ങളെ കേൾക്കുവാനും അതിനെക്കുറിച്ച് ഞാൻ ഇനി അധികമൊന്നും പറയുന്നില്ല. ബിൻസിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും വൈശാലി ആന്റിയോട് അത് പറഞ്ഞറിയിക്കാൻ പാടില്ല. അത്തവിധമുള്ളതാണ്. വലിയവനായ ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു. ആന്റിയെയും എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. തുടർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആന്റി എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് ഇനി പ്രാർത്ഥിച്ച് ഈ സൂം മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഈ ടെസ്റ്റിമണി സൂം മീറ്റിംഗിലേക്ക് നീ കൂട്ടിവരുത്തി. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളെ എത്രത്തോളം കാത്തു പരിപാലിക്കുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിലും കർത്താവ് നീ ഞങ്ങളെ കരുതുന്ന വിധത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യം മുതൽ അവസാനം വരെയും കർത്താവിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവമെയാണ് സഹായിച്ചല്ലോ. സ്തോത്രം. കർത്താവെ, കടന്നു വന്ന എല്ലാ സഹോദരിമാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ ഞങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. അതുപോലെ കർത്താവ് ലീഡ് ചെയ്ത മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് കൊടുത്ത എല്ലാ ടാലന്റുകൾക്കായിട്ടും അനുഗ്രഹത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം. കുടുംബമായി തുടർന്നും കർത്താവെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹിക്കുമാറാണമേ. അതുപോലെ കർത്താവെ, ജോസിയ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവളെ അനുഗ്രഹിക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ മജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും കുടുംബമായി ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബമായ കർത്താവിനെ ഇനിയും അധികമായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ആ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കണമേ അപ്പച്ചാന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ ഞങ്ങളുടെ വൈശാലി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവ് നിന്റെ മകളെ പോറ്റി പുലർത്തിയ നടത്തിയ ആ വിധത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഓരോ പരീക്ഷയും അത് തിരുനാമ മഹത്വത്തിനായിട്ടാണല്ലോ എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കാരണമാക്കി തീർത്തതോർത്ത് സ്തോത്രം. നിന്റെ മകളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾ ഇരുവരും അവരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് അവരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവ് കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.